നമസ്കാരം. ആഭ്യന്തര കുറ്റവാളി വൺ ഓഫ് ദ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനകത്ത് കൈവച്ചിട്ട് പാളിപ്പോയ ഒരു അവസ്ഥയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ഒരു സബ്ജക്ട് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. അത് എന്തോ അവരുടെ സ്ക്രിപ്റ്റിന്റെ ഒരു മോശം സ്ക്രിപ്റ്റും പിന്നെ അതിന്റെ സ്റ്റോറി ലൈനും ഒന്നും ഒരു മെച്ചമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സിനിമ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ രാജ്യത്തെ ലോയ വൺ സൈഡഡ് ആണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മറ്റേ വിഭാഗത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെന്നുള്ളത് പിന്നെ ആളുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് കുറച്ചും കൂടി കൺവേ ആക്കാമായിരുന്നു. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതായിരിക്കാം. പക്ഷേ സ്ക്രിപ്റ്റിനകത്ത് കുറച്ചും കൂടി ഹോംവർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നേര് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ നേര് പോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് കിടുക്കിയേനെ. ഈ സിനിമയിൽ പറയുന്ന പല സംഭവങ്ങളും ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടിട്ടുള്ളത്. ഈ അടുത്തിടയ്ക്ക് തന്നെ പല തട്ടിപ്പ് കേസുകളിലും നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടു കാണും. അതായത് ഈ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, സ്ത്രീ ഒരു പുരുഷനെതിരെ എന്തെങ്കിലും ഒരു ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പുരുഷന്റേതാണ്. പക്ഷേ പുരുഷനൊരു ആരോപണം സ്ത്രീക്കെതിരെ നടത്തി കഴിഞ്ഞാൽ അത് പുരുഷൻ തെളിയിക്കണം അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതായത് മാറുന്ന കാലത്തിനനുസരിച്ച് ഒരു പുരോഗതി ഇല്ലാത്ത ഇരുട്ടിൽ തപ്പുന്ന നിയമങ്ങളാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. നല്ല സബ്ജക്ട് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോഴും ഈ സിനിമയ്ക്കകത്ത് ഇതിനകത്ത് കൊടുത്തിരുന്ന പല കാര്യങ്ങളും തന്നെ ഇതിനകത്തെ എക്സിക്യൂഷനും ഇതിന്റെ കഥയും പിന്നെ ആ സ്റ്റോറി പോകുന്ന പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ആദ്യത്തെ ഈ പറഞ്ഞ കല്യാണം കഴിക്കുന്നതിലൂടെ ആരംഭിക്കുന്ന ഈ ഒരു സിനിമ ഈ ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് വളരെ വളരെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ ആസിഫ് അലിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞാലും അതുപോലെ നായികയുടെ പിന്നെ ഭാഗത്തു നിന്ന് കഴിഞ്ഞാലും ഒക്കെ തന്നെ അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. സെക്ഷൻ 498 മാത്രമല്ലല്ലോ വില്ലനായിട്ട് വരുന്നത്, സെക്ഷൻ 75 വില്ലൻ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റോക്കിങ്ങിനെതിരെ പിന്നെ ഉള്ള നിയമങ്ങൾ ഇതെല്ലാം തന്നെ വൺ സൈഡഡ് ആണ്. ഈ വൺ സൈഡഡ് ആയിട്ടുള്ള റൂൾസിന്റെ ഭവിഷ്യത്ത് എന്തുവാണെന്നുള്ളത് അതാണ് ഈ സിനിമയ്ക്ക് അതൊരു കാണിച്ചു തരുന്നത്. ഇത് ഒരു സ്ത്രീക്ക് മനസ്സിലാവുന്നത് ഒരു പക്ഷേ ആ സ്ത്രീ സ്നേഹിക്കുന്ന ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷൻ ഇത്തരത്തിലുള്ള ഒരു നിയമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വ്യക്തിക്ക് ആ പുരുഷന് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ സ്ത്രീകൾ ഇത് എത്രമാത്രം ഭയാനകമാണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ കണ്ട തിയേറ്ററിനകത്ത് ഒരു അമ്മച്ചി ഇരുന്ന ഈ കാര്യങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന സിനിമയ്ക്കകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അവർക്കും ഇത് റിലേറ്റബിൾ ആണെന്നുള്ള ആ ഒരു അർത്ഥമാണ്. ഇതിനകത്ത് പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആസിഫ് അലി ഫസ്റ്റ് ഹാഫിലെ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നായിക പിന്നെ കുറെ ക്രിഞ്ച് പരിപാടിയുണ്ട് അവരുടെ ഫസ്റ്റ് ഹാഫില്. പിന്നെ ഈ പറയുന്ന ആസിഫ് അലിയുമായിട്ടൊക്കെ ഒത്തുള്ള കുറെ ക്രിഞ്ച് പരിപാടിയുണ്ട്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ അവർ സൈലന്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ അസീസ് നെടുമങ്ങാടുണ്ട്. പിന്നെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രീതിയിലും സിനിമയ്ക്ക് ഒരു മെച്ചമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായിട്ട് കുറച്ച് പാട്ടുകൾ വരുന്നുണ്ട്. അതൊന്നും വേണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കാമായിരുന്നു, കുറച്ചും കൂടി ബെറ്റർ ആയേനെ. കല്യാണം കഴിക്കുന്നതിലൂടെ ആരംഭിക്കുന്ന സിനിമ ഡിവോഴ്സിലൂടെ സിനിമ അവസാനിക്കുന്നു. നല്ലൊരു സബ്ജക്ട് എടുത്തിട്ട് അത് ശരിയായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാതെ പോയതിന്റെ ഒരു പാളിച്ച ഈ സിനിമയ്ക്ക് തുടർന്നിലുണ്ട്. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി സെൻസേഷണൽ ആയിട്ടുള്ള സിനിമയായിട്ട് മാറിയേനെ. എന്തായാലും എനിക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഇതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ തോന്നിയിട്ടുള്ളത്. മാർച്ച് 6-ാം തീയതിയാണ് സിനിമ ഇറങ്ങുന്നത്. കമൽഹാസന്റെ 300 കോടിയോളം മുടക്കുമുതൽ വന്ന തഗ് ലൈഫിന്റെ കൂടെയാണ് സിനിമ ഇറങ്ങിയിട്ടുള്ളത്. തഗ് ലൈഫിന്റെ അവസ്ഥ അറിയാമല്ലോ, തഗ് ലൈഫ് പോയ വഴിയിൽ പുല്ല് പോലും മുളച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് തഗ് ലൈഫിനുള്ളത്.